പാറയ്ക്കുമോ. ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മാർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയറിൽ ഒരുമിച്ച് വരുവാൻ നമുക്ക് ദൈവം സഹായിച്ചു. നാം ശുദ്ധീകരിക്കപ്പെടുവാനും ഒന്നിച്ച് സ്തുതിക്കുവാനുമായി ദൈവമേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ നയിക്കണമേ. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രെയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തിയ മുഖാന്തരങ്ങളെ ഓർക്കുന്നു. കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ കൃപ ബലം ആവശ്യമുള്ള അനേകരുണ്ട്. അവരെല്ലാം തിരുസന്നിധിയിൽ തരുന്നു. വേദങ്ങളെ അനുഗ്രഹിക്കണമേ. യുവാക്കളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ലഭിച്ചിട്ടുള്ള നന്മകളെ ഓർത്ത് നിന്റെ സന്നിധിയിൽ നന്ദിയോടെ ജീവിപ്പാൻ ഇടയാകണമേ. ലഭിക്കുന്ന ഒന്നിലും അഹങ്കരിപ്പാനല്ല, മറിച്ച് താഴ്മയോടെ കൂടുതൽ നിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ ഇടയാകണം. കർത്താവേ, നീ നൽകുന്ന കൃപകളെ ഓർത്ത് നിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണം. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനം നയിക്കുന്ന അഭിമന്യ തിരുവേനി അനുഗ്രഹിക്കണമേ. ഭദ്രാസനം നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ പ്രസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തെയും ഞങ്ങളുടെ സഹോദരങ്ങൾ വസിക്കുന്ന ഇടങ്ങളെയും എല്ലാം തിരുസന്നിധിയിൽ തരുന്നു. ജോലിക്കായി ആഗ്രഹിക്കുന്നവരെ തിരുസന്നിധിയിൽ തരുന്നു. ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിയെല്ലാം നന്മയായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രപ്പെടുന്ന ആളും കരയേറ്റുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ അതിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മാർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ഈ മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. I cried out in my affliction to the Lord, and he heard my voice out of the belly of Hades. You heard the cry of my voice. ഇപ്പോൾ ജോനയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടു. എൻ്റെ കഷ്ടത നിമിത്തം ഞാൻ യഹോവയോട് നിലവിളിച്ചു. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. നീ എൻ്റെ നിലവിളി കേട്ടു. ഒരുമിച്ച് കൂടി ഈ സമയത്ത് നമ്മുടെ മധ്യേ കർത്താവുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് സമയത്തിന് താഴ്ച വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വെസ്റ്റ് റീജിയൻ ആണ് ഈ പ്രാർത്ഥന നയിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥനയാണ് വെസ്റ്റ് റീജിയന്റെ. ഇനി ദൈവാനുജ 2026 മാത്രമേ വെസ്റ്റ് റീജിയന് പ്രാർത്ഥനയുള്ളൂ. ഈ റീജിയനിലെ എല്ലാ ദൈവാലയങ്ങളെയും ആചാര്യ ശ്രേഷ്ഠന്മാര്, പ്രശ്നന്മാര്, മക്കളുടെ സമാജം ഭാരവാഹികൾ എല്ലാവരെയും യേശുവിനെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ധ്യാനം പ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട ആശാജോയ കൊച്ചമ്മയും സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ഹിമ തോമസ് പാട്ടുപാടുന്നതായിരിക്കും. ആന്റി കേൾക്കാമോ? കേൾക്കാമല്ലോ.
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താങ്ക് യു. പ്രിയപ്പെട്ട ഇമാ തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മനോഹരമായി ജീവന്റെ ഉറവിടം ക്രിസ്തു ആണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അമ്മയും കൂടി ആ പ്രാർത്ഥനയിൽ ചേർത്തതിന് പ്രിയപ്പെട്ട അമ്മയ്ക്ക് നന്ദി പറയുകയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച് അമ്മയെ അനുഗ്രഹിച്ച ഈ പ്രാർത്ഥനയെ അനുഗ്രഹപ്രദമാക്കിയ ഷിനു ഡെനിയെയും റേച്ചൽ തോമസിനെ വായിക്കാൻ സാധിച്ചില്ല എങ്കിലും റേച്ചൽ തോമസിനെയും റാഹിൽ കുട്ടി അമ്മാമയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ബൈബിൾ റീഡിങ്ങിന്റെ സമയമാകുന്നു. എല്ലാവരും വേദപുസ്തകം ഒന്ന് തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 1 verses 3 to 40. പ്രിയപ്പെട്ട ജെയിൻ സോണിയാണ് വായിക്കുന്നത്. ജെയിൻ സോണി വായിച്ചു. ജെയിൻ സോണി. ജെയിൻ സോണി. ജെയിൻ സോണി ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യുമോ? ജെയിൻ സോണി കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നില്ല. ആളുണ്ടോ?
കേൾക്കുന്നില്ല എന്ന് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യാത്തോണ്ടേ. മറ്റാരെങ്കിലും വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ആരെങ്കിലും വായിക്കണം. അത് എന്താ അൺമ്യൂട്ട് ചെയ്യാൻ വയ്യാത്താണോ? ഫോണിലാണോ? ആയിരിക്കും, എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും. വേറെ ആരെങ്കിലും ഈ ചാപ്റ്റർ ഒന്ന് എടുക്കുക. 2 Corinthians chapter 1 verses 3 to 14. വായിച്ചോളൂ. മനസ്സുള്ളിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ലക്ഷണങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. തങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾ കൂട്ടാളികളാകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിവീൻ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോറുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. ഞങ്ങൾ ലോകത്തിന് വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്തെ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസാക്ഷിക്ക് സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസ ആകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുമെന്ന് ഞാൻ ആശ്വസിക്കുന്നു. വായിക്കുമോ? പ്രിയപ്പെട്ട ദീപേ, ജെയിൻ സോണി കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും വനിതാ പ്രാർത്ഥനയുടെയും സമയമാണ്. ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ആരോട് കരുണയും നിമിഷ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിനക്ക് ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ വാർത്ത പറയുമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന
ഭൂമിയുടെ അരിഷ്ടതകൾ നിങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീവായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാവുകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലതുകൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛന്റെ പ്രവർത്തനങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ പ്രിയപ്പെട്ട ലീന മാത്യുവിന്റെ ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരുന്നതായിരിക്കും. ലീന, ലീന മാത്യു, ലീന, ലീന, അൺമ്യൂട്ട് ചെയ്തിട്ട് പാട്ട് പാടാമോ? വേറെ ആർക്കെങ്കിലും പാട്ട് പാടാം. ഞാൻ പാടാവേ ആൻറ്റി. പാടിയോട്ടെ. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ, മാറാതെ അവനെൻ്റെ അരികിലുണ്ട്. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടിയിൽ. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃക ആകുമെനിക്ക്. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായെന്ന് നടത്തിടുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയല്ലട. വരികയില്ല അവനെന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരുമെന്ന് അരുളി ചെയ്തു. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലുമെണ്ണി വസിച്ചിടുന്നു. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടിയിൽ. മറന്നിടാതവിടെന്നെ കരുതിടുവാൻ, മാറാതെ അവനെൻ്റെ അരികിലുണ്ട്. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടിയിൽ.
താങ്ക് യു. ലീന മാത്യുവിനെയും അനി കുര്യാക്കോസിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും. വചനം നമുക്ക് ആത്മാവിന് ജീവനും രക്ഷയുമാകുന്നുവല്ലോ. നാം പ്രാർത്ഥനയോടുകൂടി ഇരിക്കേണ്ട സമയമാകുന്നു. നമുക്കത് ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാർത്ഥനയോടെ ഇരിക്കേണ്ടത് ആവശ്യമാകുന്നുവല്ലോ. പ്രിയപ്പെട്ട ആഘോഷമാ പ്രസംഗം നടത്തുന്ന സമയത്ത് അത് നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ളവർക്ക് രക്ഷയ്ക്കായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട IB എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആശാ ജോയ് കൊച്ചനെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു വാക്കല്ല, വലിയ അർത്ഥമുള്ളൊരു വാക്കാണ് വിശ്വാസം. ഈ പ്രോട്ടസ്റ്റന്റുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിശ്വാസികൾ എന്നുള്ള വാക്ക്. നമ്മൾ അങ്ങനെ വിശ്വാസികൾ എന്ന് പൊതുവെ നമ്മൾ അഭിസംബോധന ചെയ്യാറില്ലെങ്കിലും പൗലോസ്ലീഹ എഴുതുന്ന ലേഖനങ്ങളിലൊക്കെ വിശ്വാസികൾ എന്ന വാക്ക് കൂടുതലായി ഉപയോഗിച്ച് കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസികൾ? ആരാ വിശ്വാസികൾ? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവിശ്വാസികളുമായി ഇണയില്ല പിണ ചേരരുത് എന്നൊക്കെ പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. ആരാ അവിശ്വാസി? ആരാ വിശ്വാസി? നമ്മളൊക്കെ വിചാരം നമ്മളെല്ലാം വിശ്വാസികളാണെന്ന്. നമ്മുടെയൊക്കെ വിചാരം, എല്ലാവരുടെയും ധാരണ വിശ്വാസികളാണെന്ന് നമ്മുടെയൊക്കെ ധാരണ. ഈ വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. കാര്യസാധ്യത്തിന് വിശ്വസിക്കുന്ന ആളുകൾ, കാര്യസാധ്യത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റേതും ഞാനും എന്ന് മാത്രം വിശ്വസിക്കുന്ന ചില ആളുകൾ. എന്നാൽ യഥാർത്ഥ വിശ്വാസം എന്താ? എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സാണ് യഥാർത്ഥ വിശ്വാസം. ഈ ഉറപ്പില്ലാത്ത വിശ്വാസം എന്ന് പറയുന്ന സാധനമുണ്ട്. ഉറപ്പില്ലാത്ത വിശ്വാസം അവിടെയും ആകാം ഇവിടെയും ആകാം. അങ്ങനെ നിൽക്കുന്ന വിശ്വാസികളുമുണ്ട്. ചാഞ്ചാടുന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലേ ഈ പല ആളുകളും എവിടെ എന്ത് കണ്ടാലും ഓടി നടക്കുന്നത്. സൗഖ്യം കിട്ടാൻ വേണ്ടി ഓടി നടക്കും, തലവേദന മാറാൻ ഓടി നടക്കും, ജോലി കിട്ടാൻ ഓടി നടക്കും. എല്ലാത്തിനും ഓടി നടക്കുന്ന ആളുകൾ. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. മാറേണ്ടത് പശുവാ, തൊഴുത്തല്ല. അതുകൊണ്ട് ഏത് തൊഴുത്തായാലും നിൽക്കുന്ന പശുവാണ് പ്രധാനം. അത് വളരെ പ്രധാനപ്പെട്ടതാ. അതുകൊണ്ട് മെലിഞ്ഞ ആനയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി കെട്ടിയോ മരത്തിന് ചുവട്ടിലോട്ട് മാറ്റി കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നന്നാകേണ്ടത് ആരാ? നമ്മളാ, വിശ്വാസമല്ല. ഇത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തോന്നാം. വേറൊരിടത്ത് പോയാൽ രക്ഷപ്പെടും എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ട്. വേറെ വിശ്വാസത്തിൽ പോയാൽ രക്ഷപ്പെടും എന്നൊരു ചിന്തയും നമുക്കുണ്ട്. ആ ചിന്ത അസ്ഥാനത്താണ്. കാരണം അങ്ങനെ രക്ഷപ്പെട്ടവരാരും ഇല്ല. സ്വയം മാറാതെ എവിടെ പോയിട്ടും രക്ഷപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതാരായാലും എങ്ങനെയായാലും നമ്മുടെ വിശ്വാസം ദൈവത്തിലാണെന്നൊരു ബോധ്യം അത് പ്രകടമാകേണ്ടത് നമ്മുടെ ജീവിതത്തിലും, പ്രകടമാകേണ്ടത് നമ്മുടെ വാക്കിലും, പ്രകടമാകേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വിശ്വാസമില്ല, പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും വിശ്വാസവും ഇല്ലാത്ത പ്രവൃത്തി, ഇത് രണ്ടും ചേർന്ന് പോവുകയില്ല. അതുകൊണ്ട് പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രവൃത്തിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഉപയോഗിക്കുന്ന വാക്കുകളും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസത്തോട് ചേർന്ന് വരുന്നതാണ്.
ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ കാണാതിരിക്കുകയും ചെയ്യുമ്പോ ആ വിശ്വാസത്തിന് അർത്ഥമില്ല എന്ന് പൗലോസ് ലീഹ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു ഒക്കെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ് പഠിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് പ്രവൃത്തിയും വിശ്വാസവും ഇത് രണ്ടും ചേർന്ന് പോകണം എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇത് രണ്ടും ചേർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പള്ളിയിൽ വരുമ്പോ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, പള്ളിയിൽ വരുമ്പോ നല്ല മോടിയുള്ള വസ്ത്രം ധരിച്ച് കാശുള്ളവനെ കാണുമ്പോ നീ സുഖേന വന്ന് മുമ്പിലിരുന്നാലും അല്പം മുഷിഞ്ഞ വസ്ത്രമിട്ട് വരുന്നവനോട് നീ പുറകിൽ പോയി എവിടെയെങ്കിലും നിൽക്കണം എന്ന് പറയുന്ന പ്രവൃത്തിയും അവിടെ നടക്കുന്നത് എന്തോ ആരാധനയാണ്. അപ്പൊ ഈ ഒരു ചേർച്ചയില്ലായ്മ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് വിശ്വാസത്തെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു വിശ്വാസത്തെ നമ്മൾ കൊണ്ടുവരും. അതല്ല നമുക്ക് ആവശ്യം. യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അതനുസരിച്ചുള്ള പ്രവൃത്തികളെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് എന്റെ ആമുഖ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്ന് പോകുന്ന ആത്മീയ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആശ ജോയ് കൊച്ചമ്മയാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ വയലത്തല മുസ്ലിം ഇടവക അംഗമാണ്. കൊച്ചമ്മ നമ്മുടെ പി കെ തോമസ് അച്ഛന്റെ കൊച്ചമ്മയാണ്. പി കെ തോമസ് അച്ഛനും ഞാനും ഒരേ സമയത്ത് സെമിനാരിയിൽ പഠിച്ചവരാണ്. ഞാൻ സീനിയറായിട്ടും അച്ഛൻ ജൂനിയറായിട്ടും സെമിനാരിയിൽ പഠിച്ചതാണ്. മാത്രമല്ല ഞങ്ങൾ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയുമായിട്ട് ആ കുടുംബവുമായിട്ട് എനിക്ക് ഉണ്ട്. കൊച്ചമ്മ ഇപ്പൊ പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു, അധ്യാപികയാണ്. വിവിധ മേഖലകളിൽ കൊച്ചമ്മ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മ ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുവാൻ തക്കവണ്ണം ഏൽക്കുകയും സമയത്ത് തന്നെ നമ്മളോട് വന്നു ചേരുകയും ചെയ്തു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ ആ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മ നമുക്ക് തരുന്ന വചനങ്ങൾ 30, 60, 100 പേനിയായി ഫലം കായ്ക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ MMBSന്റെ പേരിലുള്ള എല്ലാ സ്വാഗതവും പ്രാർത്ഥനകളും ഈ സമയത്ത് നേരുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. താങ്ക് യു അച്ഛ. കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഒരു നല്ല പ്രഭാതം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാൽ ഞങ്ങളെ സുഖമായി ക്ഷേമമായി പരിപാലിച്ചു. അങ്ങയുടെ വിസ്താരമേറിയ ചിറകടിയിൽ ഞങ്ങളെ മറച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇടപെടലുകൾ ദിനം പ്രതി ഞങ്ങൾക്ക് ആശ്വാസമായി തീരുന്നു. ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കുവാൻ ഇടയാക്കിയതിനാൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആകുലതകൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ എല്ലാം അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെ അങ്ങയുടെ തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം പറയുവാൻ തക്കോണം അടിയനെ ശക്തിപ്പെടുത്തണമേ. മാനവും മഹത്വവും അവിടുത്തേക്ക് തന്നെ. ആമേൻ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കയുടെ അധിപനും മർത്തമറിയാം വനിതാ സമാജം പ്രസിഡന്റുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ഈ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന
പ്രിയ സാലി കൊച്ചമ്മ, പ്രെയർ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റ് കൊച്ചമ്മമാർ, ഈ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ടവർ, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്ന എലിസബത്ത് ആന്റി, മർത്തമറിയാം സമാജം ഓഫീസ് ഭാരവാഹികൾ, ഇതിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ, അതുപോലെ ഈ ഫാസ്റ്റിംഗ് പ്രെയറിൽ പല ഭാഗത്തു നിന്നുമായി ജോയിൻ ചെയ്യുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കിയതിനാൽ ആദ്യമേ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദിനങ്ങളിൽ ദീപ്തമായ ആ ഓർമ്മകൾക്ക് മുൻപിൽ മനസ്സുകൾ അർപ്പിച്ചുകൊണ്ട്, ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ ദൈവവചനങ്ങൾ ധ്യാനിക്കാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നിങ്ങൾക്കേവർക്കും സുപരിചിതമായ 119 സങ്കീർത്തനം 105 വാക്യമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതകൾക്ക് പ്രകാശവുമാകുന്നു. ദീർഘമായതും അക്ഷരാനുക്രമത്തിൽ തിട്ടപ്പെടുത്തിയിട്ടുള്ളതുമാണ് 119 സങ്കീർത്തനം. എബ്രായ ഭാഷയിലെ നൂൻ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വാക്യമാണ് നമ്മുടെ പ്രസംഗ വിഷയം. ആഴമേറിയതും അർത്ഥസമ്പൂർണവുമാണ് ഈ വാക്യം. ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ആശയസമ്പന്നമാണ് ഈ വാക്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ നിരാശയിൽ നമുക്ക് പ്രത്യാശയാണ്. നമ്മുടെ അവിശ്വാസത്തിൽ നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ അന്ധകാരത്തിന്റെ അവസ്ഥയിൽ നമുക്ക് പ്രകാശദീപമായി നമ്മെ നയിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളിൽ സന്തോഷത്തിന്റെ കിരണങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. നമ്മുടെ സന്തോഷങ്ങളിലാകട്ടെ നമ്മെ വീണ്ടും വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കോണം, നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കോണം നമ്മെ പ്രാപ്തരാക്കുന്നു. നമുക്ക് പ്രചോദനമായി ദൈവവചനം തീരുന്നു. അങ്ങനെ വലുതും ചെറുതുമായ വളരെയേറെ രൂപാന്തരങ്ങളിലേക്ക് ദൈവവചനം നമ്മെ നയിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവചനം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവവും ദൈവവചനങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുമ്പോൾ ആ ജീവിതം ശ്രേഷ്ഠപൂർണമാകുന്നു, മഹത്വപൂർണമാകുന്നു. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ്. അനാഥർക്കും ആലംബഹീനർക്കും ആശ്രയമായിരുന്ന മദർ തെരേസ ഒരിക്കൽ ഒരു മീറ്റിംഗിൽ ആ മഹത് വ്യക്തി പറയുകയുണ്ടായി, "The word to be told is Christ. The way to be walked is Christ. The light to be lightened is Christ." നാം പ്രസ്താവിക്കേണ്ട വചനമാണ് ക്രിസ്തു. നാം സഞ്ചരിക്കേണ്ട വഴിയാണ് ക്രിസ്തു. പ്രകാശിപ്പിക്കേണ്ടതായ ദീപമാണ് ക്രിസ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനങ്ങൾ നാം പ്രസ്താവിക്കുമ്പോൾ, ദൈവ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, ദൈവവും ദൈവവചനങ്ങളും നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ശോഭിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞവരാണ്. അനേക അവസരങ്ങൾ നമുക്ക് അത് വളരെ സാക്ഷ്യമായി നിലനിൽക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ദൈവവചനത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലതിനോട് ഉപമിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൽ ചില വിശദീകരണങ്ങളിലേക്ക് മാത്രം ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം, തിരുവചനം ജീവനും ചൈതന്യമുള്ളതാണ്. തിരുവചനം സത്യമാണ്. തിരുവചനം ആത്മാവിന്റെ ആഹാരമാണ്. തിരുവചനം വാളാണ്. തിരുവചനം അഗ്നിയാണ്. തിരുവചനത്തെ വിത്തിനോട് ഉപമിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, സമയപരിധി കൊണ്ട്.
പ്രിയമുള്ളവരെ, ജീവനും ചൈതന്യമുള്ളതാണ് ദൈവത്തിന്റെ തിരുവചനം. എബ്രായർ 4:12 വചനത്തെ വിവരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നാം ജീവനും ചൈതന്യമുള്ളതായി തീരുവാൻ വചനം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു, നിന്റെ വചനം ധ്യാനിക്കേണ്ടതിന് ഞാൻ യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ജീവനും ചൈതന്യമുള്ളതായി നമ്മുടെ ജീവിതം മാറുവാൻ തക്കോണം തിരുവചനം നല്ലൊരു ഔഷധമാണ്. നമ്മുടെ നിർജീവമായ അവസ്ഥയിൽ നിന്നും ജീവന്റെയും ചൈതന്യത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മെ മാറ്റുവാൻ ദൈവവചനം സഹായിക്കുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ ഒരു വൈദ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സയിൽ അനേകർക്ക് സൗഖ്യം ലഭിച്ചിരുന്നു. പാമ്പുകളുടെ വളരെ ശല്യമുള്ള ആ ഗ്രാമത്തിൽ അദ്ദേഹം അതിനൊക്കെ ചികിത്സ നടത്തിയിരുന്നു. എപ്പോഴും ഒരു സഞ്ചി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായി, സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്നു. ഈ വൃദ്ധനായ വൈദ്യന്റെ ചികിത്സയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു യുവ വൈദ്യൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, അങ്ങയുടെ ഈ ചികിത്സാ രീതി എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? അങ്ങ് വൃദ്ധനാണ്, അങ്ങയുടെ കാലശേഷം എനിക്ക് ഗ്രാമത്തെ രക്ഷിക്കാമല്ലോ. വൃദ്ധൻ മറുപടിയായിട്ട് ഒന്നും പറഞ്ഞില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി ആ യുവാവിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ സഞ്ചി നിനക്ക് ഉപകാരപ്പെടും. യുവാവ് വളരെ സന്തോഷത്തോടെ സഞ്ചി കൊണ്ട് ഭദ്രമായി സൂക്ഷിച്ചു. അങ്ങനെയിരിക്കെ അധിക നാളിന് മുമ്പ് തന്നെ വൃദ്ധനായ വൈദ്യനായിരുന്നല്ലോ, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ സമയത്ത് യുവാവ് ആ സഞ്ചി എടുത്തു. കാരണം ചികിത്സിക്കാൻ വേണ്ടി വൈദ്യന്റെ വാങ്ങിച്ച സഞ്ചിയല്ലേ, അതിനകത്ത് എന്തായിരിക്കും എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഭദ്രമായി സൂക്ഷിച്ചിരുന്ന സഞ്ചി എടുത്തു. സഞ്ചി തുറന്നു നോക്കിയപ്പോൾ മരുന്നുകളോ പൊടികളോ ഒന്നും കാണുവാൻ സാധിച്ചില്ല. പകരം ഒരു പഴയ വേദപുസ്തകമാണ് കണ്ടത്. അവൻ അമ്പരന്ന് പോയി. അവനൊന്നും പിടികിട്ടിയില്ല. വേഗം തന്നെ ഈ വൃദ്ധനായ വൈദ്യന്റെ മകനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ മകൻ പറഞ്ഞു, എന്റെ പിതാവ് ഈ വചനങ്ങളാണ് മരുന്നായി വെച്ച് കിട്ടിയിരുന്നത്. ആ പുസ്തകത്തിലെ ശക്തിയുള്ള വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയിലൂടെയാണ് അദ്ദേഹം രോഗസൗഖ്യം അനേകർക്ക് കൊടുത്തത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് രോഗസൗഖ്യം ലഭിച്ചു. യുവവൈദ്യനും അതുപോലെ ചെയ്തതായും രോഗസൗഖ്യം കൊടുത്തതായും പറയുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ദൈവവചനത്തിലൂടെ അനേകർക്ക് ആശ്വാസവും സൗഖ്യവും നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തിയിൽ വചനത്താൽ സകലതും ഉളവായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും മനസ്സിലാക്കി വിവേചിച്ചറിഞ്ഞ് ആത്മാവിന്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന് നമ്മുടെ പാതകൾക്ക് പ്രകാശമായി നമുക്ക് ജീവനും ചൈതന്യമുള്ളതായി ദൈവവചനം തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 50 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് കഷ്ടതയിൽ ആശ്വാസമായി തീരട്ടെ, നമ്മുടെ പാതകൾക്ക് പ്രകാശമായി തീരട്ടെ. രണ്ടാമതായി, ദൈവവചനം സത്യമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സത്യവേദപുസ്തകം എന്നല്ലേ? കാരണം അതിലടങ്ങിയിരിക്കുന്നത് സത്യവചനങ്ങളാണ്. ആ സത്യവചനങ്ങൾ അനേകർക്ക് ആശ്വാസമായി തീർന്നു, പ്രകാശമായി തീർന്നു. ഇന്നും പ്രകാശമായും ആശ്വാസമായും നിലനിൽക്കുന്നു, ഇനിയും നിലനിൽക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഏറ്റവും കൂടുതൽ ജനസമ്മതി നേടിയിട്ടുള്ള ഒരു പുസ്തകമായി മാറിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-18 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു.
എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, 17-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നാം നോക്കുകയാണെങ്കിൽ ക്രിസ്തു പിതാവാം ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമായി നമുക്ക് അത് കാണുവാൻ സാധിക്കും. തൻ്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നൊരു സൂചന നമുക്കവിടെ കാണുവാൻ സാധിക്കും. പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തും എന്ന ആഹ്വാനത്തോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അതെ, ഇന്നും സത്യമാകുന്ന ദൈവവചനം, ദൈവസ്നേഹത്തിൽ നാം ആയിത്തീരുവാൻ, അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, പാതകൾക്ക് പ്രകാശമായി തീരുവാൻ, കാലിന് ദീപമായി തീരുവാൻ സഹായമായി തീർന്നിരിക്കുന്നു. സത്യവചനമാവുന്ന ദൈവവചനം വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു കവചമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 119:42 സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ എന്ന് പറയുന്നു. സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. ശരിക്കും അതൊരു പ്രാർത്ഥനയല്ലേ? ശരിക്കും അതൊരു അപേക്ഷയല്ലേ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തകരാതെ നിലനിൽക്കാൻ ഈ സത്യത്തിന്റെ വചനം നമ്മെ സഹായിക്കും. നമുക്കറിയാം, പ്രതികൂലതകൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നാലും സത്യം നിലനിൽക്കുന്ന ഒന്നാണ്. സത്യം ഒരു നാളും നശിച്ചു പോകുകയില്ല. ഒരു കഥ ഓർക്കുന്നു. ഇപ്രകാരമാണ്: മക്കളില്ലാത്ത ഒരു രാജാവ് തൻ്റെ അനന്തരാവകാശിയെ കണ്ടെത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഒരു വിളംബരം ചെയ്യുകയാണ്. ആ രാജ്യത്തിലെ കുറച്ച് കുട്ടികളെ അദ്ദേഹം വിളിച്ചു വരുത്തുകയാണ് വിളംബരത്തിലൂടെ. കുട്ടികളൊക്കെ രാജസന്നിധിയിൽ ചെന്നു. രാജാവ് അവർക്കൊക്കെ ഒരു ചെടിച്ചട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ വിത്തുകളുണ്ട്. നിങ്ങൾ ഈ വിത്തുകൾ മുളപ്പിച്ച് ഞാൻ പറയുന്ന സമയത്ത്, ഒരു കാലാവധിയും പറഞ്ഞു, ആ സമയത്തുള്ളിൽ രാജകൊട്ടാരത്തിൽ വരണം. കുട്ടികളെല്ലാം സന്തോഷത്തോടെ രാജാവ് കൊടുത്ത ചട്ടിയുമായി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ രാജാവ് പറഞ്ഞ സമയം വന്നു, കാലാവധിയായി. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ തങ്ങളുടെ ചട്ടിയിലുണ്ടായ പൂക്കളും ചെടികളും, മനോഹരമായ പൂക്കളും ഒക്കെ ആയിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ബാലൻ വളരെ വ്യസനത്തോടെ നിൽക്കുകയാണ് അവന്റെ വീടിന് മുൻപിൽ. കർഷകനായ പിതാവ് അവനോട് കാര്യം ചോദിച്ചു. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ ഇതിന് വേണ്ടതായ പരിചരണങ്ങളെല്ലാം കൊടുത്തു, പക്ഷേ ഇതിൽ ഒരു ഫലവും ഉണ്ടായില്ല, ഈ വിത്ത് മുളച്ചില്ല. അവന്റെ സങ്കടം കണ്ട് പിതാവ് പറഞ്ഞു, നീ അതിന് വേണ്ട പരിചരണങ്ങളെല്ലാം കൊടുത്തല്ലോ, നീ ഈ കാര്യം രാജാവിനെ ചെന്ന് ബോധിപ്പിക്കുക. അവന് അല്പം ആശങ്കയുണ്ടായിരുന്നു, എങ്കിലും പിതാവിന്റെ വാക്ക് അവൻ അനുസരിച്ചു. അവൻ പൂക്കളില്ലാത്ത, ചെടികളില്ലാത്ത ചട്ടിയുമായി അവൻ രാജസന്നിധിയിലേക്ക് പോവുകയാണ്. ചുറ്റും അവൻ പോകുന്ന കണ്ടിട്ട് മറ്റുള്ളവരെ അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും അവൻ പോയി. രാജാവ് കുട്ടികളുടെ പൂക്കളും ചട്ടികളും ഒക്കെ പരിശോധിച്ചു. അപ്പോഴാണ് മാറി നിൽക്കുന്ന ബാലനെ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രാജാവ് അവന്റെ അടുക്കലേക്ക് ചെന്നു. എന്താ മകനെ നിന്റെ വിഷമം? എന്തു പറ്റി നിനക്ക്? അവൻ പറഞ്ഞു, അല്ലയോ പ്രഭു, അങ്ങ് തന്ന ഈ വിത്തിന് ഞാൻ വേണ്ടതായ പരിചരണങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ ഇത് മുളച്ചില്ല. അവന്റെ വാക്ക് കേട്ട് അവനെ മാറോട് ചേർത്തു ആ രാജാവ്. എന്നിട്ട് പറഞ്ഞു, മകനെ, നീയാണ് ഈ രാജ്യത്തിന്റെ അനന്തരാവകാശി. ചുറ്റും നിന്നവർ അമ്പരന്നു പോയി. എന്താണ് ഈ രാജാവ് പറയുന്നത്? മറ്റെല്ലാവരും മനോഹരങ്ങളായ പൂക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാജാവ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഞാൻ ഇവർക്ക് കൊടുത്തിരുന്നത് മുളയ്ക്കാത്ത വിത്തുകളാണ്. ഇവരുടെ സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവൻ മാത്രമാണ് സത്യസന്ധമായി എന്നെ ഈ കാര്യങ്ങൾ ഇടപെട്ടത്. അതുകൊണ്ട് ഇവനാണ് ഈ രാജ്യത്തിന്റെ അനന്തരാവകാശി. പ്രിയമുള്ളവരെ, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന അവസരത്തിൽ പരിഹാസങ്ങളിൽ വാടിപ്പോകാതെ, തളർന്നു പോകാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവവചനം നമുക്ക് വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടുത്തതായി, ദൈവവചനം ആത്മാവിന്റെ ആഹാരമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ദൈവവചനം ആവശ്യമാണ്. ആത്മാവിന്റെ ശക്തിക്ക് ദൈവവചനം ആവശ്യമാണ്. ആത്മാവിന്റെ നൽവരങ്ങൾ നമ്മൾ പ്രാപിക്കുവാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു. ആത്മാവിന്റെ നൽവരങ്ങൾ നേടിയെടുക്കുവാൻ ഒരു മുഖാന്തരമാണ് ദൈവവചനം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണകളും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാനായി വാഞ്ചിപ്പീൻ. വചനമെന്ന മായമില്ലാത്ത പാൽ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ആഹാരമാണ്. കാപട്യവും വഞ്ചനയും അനീതി നിലനിൽക്കുന്ന ഈ ലോകത്ത് നമുക്ക് വഴികാട്ടിയായി, ദീപമായി, പ്രകാശമായി, ആത്മീയ വളർച്ചയ്ക്ക് പരിപോഷണമായി ദൈവവചനം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ നാളുകൾ നാം ആയിരിക്കുമ്പോൾ ആ താപസ ശ്രേഷ്ഠൻ എത്രമാത്രം ദൈവവചനത്തെ ജീവിതത്തോടെ ചേർത്ത് പിടിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്ന ഉചിതമായിരിക്കും. ആത്മാവിന്റെ ആഹാരമായിരുന്ന ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് പരിശുദ്ധ പരിമല തിരുമേനി നയിച്ചിരുന്നു എന്നതിന് 2 അഭിപ്രായമില്ല. ആ പുണ്യവാന്റെ പാദപീഠത്തെങ്കിൽ നാം മധ്യസ്ഥ യാചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവവചനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അടുത്തതായി, തിരുവചനം അഗ്നിയാണ്. തിരുവചനം ആത്മീയ വാളാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23:29 എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ. എഫേസ്യർ 6:17 രക്ഷയുടെ ശിരസ്ത്രവും ആത്മാവിന്റെ വാളും അണിയുക, അതാണ് ദൈവത്തിന്റെ വചനം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അഗ്നി ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അതേസമയം ദഹിപ്പിക്കാനും കഴിവുള്ളതാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ച് പാറ പോലുള്ള നമ്മുടെ മനസ്സുകളെ തകർത്ത് പശ്ചാത്താപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തിയായി ദൈവവചനം നമ്മെ നയിക്കട്ടെ. ദൈവവചനം നമ്മെ സഹായിക്കട്ടെ. അനാഥരുടെ ആശ്രയമായിരുന്ന മദർ തെരേസ ഒരിക്കൽ തന്റെ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരത്തിനുള്ള പണത്തിനായി ഒരു ധനികന്റെ അടുത്ത് ചെന്ന കഥ നമുക്കറിയാം. ധനികന്റെ അടുത്ത് കൈ നീട്ടി ആ പണത്തിനായിട്ട് അയാൾ അമ്മയുടെ കയ്യിൽ തുപ്പി. എന്നാൽ ദൈവവചനത്തെ ഹൃദയത്തിൽ തുടുപ്പുകൾ പോലെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആ ധീര വനിത അതിലൊന്നും തളർന്നു പോയില്ല, തകർന്നു പോയില്ല. മറുപടി ശാന്തമായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ തുപ്പി, അത് എനിക്കുള്ളതാണ്, ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തന്നാട്ടെ. സദൃശ്യവാക്യം 15:1 പറയുന്നുണ്ട്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. അവിടെ ആ ധനികന്റെ ഹൃദയത്തിൽ ആത്മീയ വചനത്തിന്റെ വാൾ തുളച്ചു കയറി. അവിടെ പാറ പോലുള്ള അയാളുടെ ഹൃദയത്തിന് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യെരമ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ കഠിന മനസ്സുകളെ അലിയിക്കുവാനും രൂപാന്തരത്തിന്റെ അവസ്ഥകൾ സംജാതമാകുവാനും നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ വിത്തിനോട് ഉപമിച്ചിരിക്കുന്നു. ദൈവവചനം വിത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 8:11 നാം വായിക്കുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണത്. ക്രിസ്തു വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ പുരുഷാലത്തിന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് വചനത്തെ വിത്തിനോട് ഉപമിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വചനമാകുന്ന വിത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വചനമാകുന്ന വിത്ത് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നല്ലതായ വചനം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്
നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്, അല്ലേ? നല്ല അനുഭവങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ശമരിയക്കാരന്റെ കഥയിൽ നന്മയുടെ കണിക നമുക്ക് കാണുവാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ജഡികമായ നശ്വരമായ ഇടപെടലുകളിൽ ഞെരുങ്ങിപ്പോകാതെ, വാടിപ്പോകാതെ, അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധ്യതകളാകട്ടെ ദൈവവചനം. ഈ സമയത്ത് കോവിഡ് കാലത്ത് നടന്ന ഒരു സംഭവം വായിക്കാനിടയായത് ഓർക്കുന്നു. ഇറ്റലിയിലെ ഒരു കത്തോലിക്ക പുരോഹിതൻ കോവിഡ് ബാധിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ ധാരാളം രോഗികൾ കോവിഡ് ബാധിതരായിട്ട് ഉണ്ട്. അവിടെ വെന്റിലേറ്റർ അവൈലബിൾ അല്ല. ഈ സമയത്ത് ആ പുരോഹിതനോട് സ്നേഹം തോന്നിയ അദ്ദേഹം സർവീസ് ചെയ്തിരുന്ന ദേവാലയത്തിലെ ജനങ്ങൾ ഒരു വെന്റിലേറ്റർ ആ ഹോസ്പിറ്റലിന് വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആ പുരോഹിതൻ ഇങ്ങനെ കഴിയുകയാണ്. ഈ അവസരത്തിലാണ് കോവിഡ് ബാധിതനായ ഒരു യുവാവിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം വെന്റിലേറ്റർ ഇല്ലാത്ത അവസ്ഥ. ഈ യുവാവിന്റെ വിനാശകരമായ അവസ്ഥ അനുഭവം പുരോഹിതൻ അറിഞ്ഞു. പുരോഹിതൻ ഉടൻ തന്നെ തനിക്ക് ലഭിച്ച വെന്റിലേറ്റർ ആ യുവാവിന് കൊടുക്കുവാൻ മനസ്സ് കാണിക്കുകയാണ്. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്. അങ്ങനെ വെന്റിലേറ്റർ യുവാവിന് നൽകിക്കൊണ്ട് യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് പുരോഹിതൻ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് മരണത്തിന് കീഴ്പ്പെടുന്ന സംഭവം ഏറെ ഹൃദയസ്പർശിയാണ്. നമ്മുടെ ജീവിതത്തിലും വചനമാവുന്ന വിത്ത് 30, 60, 100 ഒക്കെ മേനിയായി ഫലമാകുവാനും അത് അനേകർക്ക് ആശ്വാസമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ വിശുദ്ധ പത്രോസ് 1:24-25 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പുല്ലുവാടുകയും പൂക്കൾ കൊഴിയുകയും ചെയ്യും, എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവവചനം നിലനിൽക്കുന്ന ഒന്നാണ്. മാറ്റമില്ലാത്ത വചനം, ആ മാറ്റമില്ലാത്ത ദൈവവചനം നമ്മുടെ പാതകളെ പ്രകാശിപ്പിക്കട്ടെ. സങ്കീർത്തനം 119:89 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:24, ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാവുന്നു. ദൈവവചനം മാറ്റമില്ലാത്ത വചനമാണെന്ന് ഞാൻ പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:35 പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പുല്ലുണങ്ങുന്നു, പൂവാടും, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കൂ എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു. ദൈവവചനം കേട്ടനുസരിക്കുന്നവർ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാണെന്ന് പറയുന്നു. നമ്മുടെ ശൂന്യതയിൽ, നമ്മുടെ പ്രതികൂലതകളിൽ, ജീവിതത്തിന്റെ മരീചികമായ അവസ്ഥയിൽ മരുഭൂമിയിൽ വീണ മഞ്ഞ പോലെ ദൈവവചനം നമ്മെ അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്, ജെമിമ റോഡ്ജസ്. പുറപ്പാട് 14:14 വാക്യം, ഒരു മന്ത്രം പോലെ അവൾ ഉരുവിട്ടപ്പോൾ അവൾക്ക് പ്രകാശകിരണമായി ആ വചനം അവളെ വിജയത്തിന്റെ പൊൻതൂവൽ അണിയിക്കുവാൻ സഹായിച്ചു. അവൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയാണ്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. സോക്രട്ടീസ് പറയുന്നുണ്ട്, അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല, പ്രതിസന്ധികളില്ലാത്ത ജീവിതങ്ങളില്ല. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. സങ്കീർത്തനം 119:42 വാക്യം, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. അതെ, മരുഭൂമിയുടെ അവസ്ഥയിൽ എന്റെ കൃപ നിനക്കു മതി എന്നുള്ള ഇമ്പകരമായ ശബ്ദം
നമ്മെ ശക്തരാക്കട്ടെ. നമ്മുടെ ബലഹീനതകളിൽ അത് നമുക്ക് വെളിച്ചമായി ദൈവകൃപ നമ്മെ നയിക്കട്ടെ. സുപ്രസിദ്ധ ആംഗ്ലേയ കവിയായ കാർഡിനൽ ന്യൂമാൻ പാടിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിഡസ്റ്റ് ഇൻ ദ എൻസർക്ലിംഗ് ഗ്ലോ. ദൈവമേ, ഈ ഇരുളടഞ്ഞ പാതയിൽ എനിക്ക് നീ പ്രകാശമായിരിക്കണമേ. നിന്റെ വചനങ്ങൾ എനിക്ക് പ്രകാശമായിരിക്കണമേ. എൻ്റെ പാതകൾക്ക് വെളിച്ചമായിരിക്കണമേ. സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ, തിരുനാം നിമിത്തം എന്നെ നീതിപാതകൾ നടത്തും. കാരണം എൻ്റെ പാതകൾ ഇരുൾ അടഞ്ഞതായാലും ദുർഘടം നിറഞ്ഞതായാലും നിന്റെ വചനം ദീപമായും എൻ്റെ പാതകൾ പ്രകാശമായും അത് നിന്റെ വചനം നിലനിൽക്കുന്നു. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ ദാവീദിനെ പോലെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത നമ്മുടെ അരുമനാഥന്റെ വചനങ്ങളാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ചില വ്യാഖ്യാനങ്ങളിലേക്ക് മാത്രമാണ് ഈ സമയം ഞാൻ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. വളരെ ആഴമേറിയ ഒരു വാക്യമാണിത്. ധാരാളം അർത്ഥതലങ്ങൾ ഇതിനുണ്ട്. സമയപരിധി കൊണ്ട് ഞാൻ അതിൽ വിരാമം കുറിക്കട്ടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിക്കുവാനും ദൈവത്തിന്റെ വചനം പറയുവാൻ തക്കോണം തമ്പുരാൻ എനിക്ക് തന്ന കൃപകൾക്കായി തമ്പുരാന്റെ പാദപീഠത്തെങ്കിൽ ഞാൻ നന്ദി കരയറ്റട്ടെ. എനിക്കിങ്ങനൊരു അവസരം നൽകിയ ഏവരോടും, പ്രത്യേകിച്ച് സാലി കൊച്ചിമയോട് ഉള്ള നന്ദിയും സ്നേഹവും നിങ്ങൾ ഏവരെയും ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ ഏവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവവചനം എന്താണെന്നും ദൈവവചനത്തിന്റെ വിവിധമായ ഭാവങ്ങളെ കുറിച്ചും ഒക്കെയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളോട് പറഞ്ഞത്. വചനം നമുക്ക് നൽകുന്ന ആശ്വാസവും, വചനം നമുക്ക് വഴികാട്ടിയാണ്, അഗ്നിയാണ്, അത് ആത്മീയമായ വാളാണ്, പ്രകാശമാണ്. അങ്ങനെ വിവിധമായ മേഖലകളിലൂടെ ദൈവവചനത്തിന്റെ അർത്ഥതലങ്ങളെ കൊണ്ടുപോകുന്നു. ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം കൂടുതലായി നമ്മെ കൃപയിലും നന്മയിലും അനുഗ്രഹത്തിലും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിന്റെ MMVSനുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചമ്മയുടെ വാക്കുകൾക്ക് നന്ദി പറയും. പ്രാർത്ഥനയിൽ കൊച്ചമ്മയും കുടുംബത്തെ, അച്ഛനെയും കുടുംബത്തെ എല്ലാവരെയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറയുന്നതോടൊപ്പം അത് ജീവിതത്തിൽ ആ ദൈവവചനത്തെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ കൊച്ചമ്മയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പ്രാർത്ഥനയുടെ സമയമാകുന്നല്ലോ. എല്ലാവരെയും കൂടി വന്ന എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധി നന്ദി പറഞ്ഞുകൊണ്ട് താൻ താഴ്ത്തി വെച്ചുകൊണ്ട് ഈ ദൈവവചനത്തിന്റെ പ്രാധാന്യം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ദൈവവചനത്തെ കാതോർത്ത് കേൾക്കുകയും ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നന്ദി പറയാനും ജീവിത പാതയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് നാം അപേക്ഷിക്കുമ്പോൾ ദൈവവചനം കേൾക്കാൻ മിണ്ടാതെ ഇരുന്ന് ശാന്തമായിരുന്ന ദൈവവചനം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുവാൻ ഏതു പാതയിൽ ഞങ്ങൾ നടക്കണം ദൈവമേ ചോദിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ, വചനത്തിൽ കൂടി കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. ദൈവം നമ്മുടെ ബുദ്ധിയുണ്ട്. നമുക്ക് ധാരാളം നമ്മളോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നമ്മൾ ഒരുമിച്ച് ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേകരുണ്ട്. ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നമ്മെ ശുദ്ധീകരിക്കുവാനും ദൈവഹിതം നിറവേറുവാനും ലോകമെമ്പാടുമുള്ളവർക്ക് ഈ രക്ഷ എത്തിച്ചു കൊടുക്കുവാനും ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനുഗ്രഹപ്രദമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ സമയത്ത് പരിശുദ്ധ ബാവ തിരുമേനിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു.
അഭിവന്യ അറിവാനീസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. വൈദിക ശ്രേഷ്ഠതയെ സമർപ്പിക്കുന്നു. ഇപ്പോൾ വചനം പറഞ്ഞായിട്ടുള്ള പ്രിയപ്പെട്ട കൊച്ചുമയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. നമ്മുടെ ദൈവവേലിക്കായിട്ട് സമർപ്പിച്ചതായ എല്ലാ വൈദ്യ ശ്രേഷ്ഠര്, സിസ്റ്റർമാര്, ശുമാഷ്മാര്, മർദ്ദമറിയ സമാജം ഭാരവാഹികളുടെ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും നേതാക്കള്, ആൾട്ടർ ബോയ്സ്, ഇടവ പുരോഹിതന്മാർ, ജോലി ചെയ്തുകൊണ്ട് തന്നെ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചവര്, സുവിശേഷ വേലക്കാർ എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിമല തിരുമേനിയുടെ പെരുന്നാൾ കഴിഞ്ഞവരും ഇപ്പൊ ഇനിയും ഈ ആഴ്ചകളിലൊക്കെയും തിരുമേനിയുടെ മധ്യസ്ഥതയിൽ കൊണ്ടാടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. കഴിഞ്ഞതിനെല്ലാം നന്ദി പറയുന്നു. മുൻപോട്ടുള്ളതിനെല്ലാം അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അൽമായരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പൈങ്ങൂല്യച്ചനെയും ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചുമയും എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. ക്രിസ്റ്റഫർ അച്ഛനെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള വിനോച്ചനെ സമർപ്പിക്കുന്നു. ഏഞ്ചൽ, നീന, മേരി, വർഗീസ്, ഉമ്മൻകൊര, ഈശോ, അനായ, നമ്മുടെ ഈ വെസ്റ്റ് റീജിയനിലുള്ള പ്രിയപ്പെട്ട ശാന്ത തോമസ്, പ്രിയപ്പെട്ട മകളെ മുന്നോട്ടുള്ള എല്ലാ ചികിത്സയിലും ദൈവമേ കൂടെ ഇരിക്കണമെന്ന് ആ കുടുംബത്തെയും ജോയൽ മാത്യുവിനെയും ഒക്കെയായി സമർപ്പിക്കുന്നു. തോമസ് പണിക്കർ, ഷിനി, ജോൺസൺ, ക്യാൻസറിനെ അവസ്ഥയിരിക്കുന്ന കുഞ്ഞമ്മ, മറിയക്കുട്ടി ചേച്ചി, ആ വിഭാവനത്തിലിരിക്കുന്ന ജോസഫ്, അഡ്മിറ്റഡ് ആയിരിക്കുന്ന ജോസഫ്, വെന്റിലേറ്ററിലായിരിക്കുന്ന പ്രിയപ്പെട്ട മകൾ, ഹാർട്ട് സർജറി കഴിഞ്ഞ മകൾ, പേര് പറയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മുടെ കൂട്ടായ ഈ പ്രാർത്ഥനയിൽ നാം സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ സൗഖ്യമായവരെ, സൗഖ്യമാകാനിരിക്കുന്നവരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും മനസ്സിലുള്ള പലവിധത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ ആയിരിക്കുന്നവര്, ഡയാലിസിസിലിരിക്കുന്നവര്, ഹാർട്ടിന്റെ പ്രയാസങ്ങളിലിരിക്കുന്നവര്, വിവിധ രോഗങ്ങൾ ശാരീരികം മാനസികമായിരിക്കുന്ന പല അസുഖങ്ങളിലിരിക്കുന്ന അൽസമേഴ്സ്, ഡിമെൻഷ്യ, എല്ലാ മക്കളെയും തിരുസന്നിധിയിലോട്ട് സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പലവിധ വിഷമങ്ങളില്, ധാരാളമായ വൈഷമ്യങ്ങളിൽ ഇരുന്നിട്ട് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത മക്കളുടെ ഏത് വിധത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്ന അറിയില്ല, വീണുപോകാനിടയുണ്ട്, വിട്ടുപോകാനിടയുണ്ട്, മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിഷ, ഷീജ മക്കളെ, അനേക മക്കളും. വ്യക്തിക്ക് സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ഇടവകയിൽ സമാധാനമില്ല, സഭയുടെ സമാധാനം, രാഷ്ട്രങ്ങളിലെ തലവന്മാരിലുള്ള ഇടയ്ക്കുള്ള ഭരിച്ചു നടത്തുന്ന തലവന്മാര്, യുദ്ധത്തിന്റെ പ്രയാസത്തിലിരിക്കുന്നവര്, ക്രിസ്ത്യാനിയായ പീഡ അനുഭവിക്കുന്ന പല ദൈവാലയങ്ങളിൽ, അതുപോലെ തന്നെ തകർക്കപ്പെടുന്ന ദൈവാലയങ്ങൾ, സുവിശേഷ പ്രസംഗം നടത്താൻ വയ്യ, പ്രാർത്ഥന നടത്താൻ വയ്യ, ഈ വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നാച്ചുറൽ കലാമിറ്റീസ് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഈ എല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബത്തിൽ സമാധാനമില്ലാത്ത സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട്, ഈഗോയുടെ പ്രശ്നങ്ങൾ കൊണ്ട്, ഡിവോഴ്സ്, അതുപോലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതിന് പ്രത്യേകം റിക്വസ്റ്റുകളുണ്ട്, അവരെയും കൃത്യമായി സമർപ്പിക്കുന്നു. ജുവൽ കെ തോമസ് പറഞ്ഞ 11 year old ഉള്ള കുഞ്ഞിനെ സമർപ്പിക്കുന്നു. ജനറേഷനെ പ്രത്യേകമായി സമർപ്പിക്കുന്ന ദിവസമാണല്ലോ. നിഷ്കളങ്കരായുള്ള കുഞ്ഞുങ്ങള് അവരുടെ ലഹരി, ഇന്റർനെറ്റിന്റെ ആശ്രയം കൊണ്ടുവരുന്ന പ്രയാസങ്ങള്, ഏത് വിധത്തിൽ ഭാവി തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്നവര്, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷനിലെ, പോണോഗ്രാഫിക്, റോങ് റിലേഷൻഷിപ്പ്, കൺഫ്യൂഷൻസ്, ഹെൽപ്ലെസ്നെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, അന്ധകാരം മുൻപില്, കുദാശ കർമ്മങ്ങളില് അല്ലെങ്കിൽ വേദോത്സവ വായന, പ്രാർത്ഥന, ആരാധനയ്ക്ക് സംബന്ധിക്കാതെ ഞായറാഴ്ച പോലും ഓരോ പഠനം സംബന്ധിച്ചും അല്ലാതെയൊക്കെ അവരേർപ്പെടുകയും
പ്രധാന ദൈവരാജ്യത്തിന് നീതിക്കും മുൻതൂക്കം കൊടുക്കാൻ അവർക്ക് അറിയാൻ വയ്യ. അവർക്ക് വേണ്ടി മുട്ടിപ്പായി മക്കൾ, കുഞ്ഞുമകൾ, ലോകമെമ്പാടുമുള്ള ജനറേഷന് വേണ്ടി മുട്ടിപ്പായി നമുക്ക് യാചിക്കാം. അവർ ശുദ്ധീകരിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള നമുക്കും ശുദ്ധീകരണം ആവശ്യമാകുന്നു. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. 2 ആൻമാർ, 2 എലിസബത്ത്, ലിഡിയ, ആൽബിറ്റ്, കാരളിൻ, ലോറൻസ്, ഹാന, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതേ അവസ്ഥയിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി തലകൾ വണക്കിയിരുന്ന മക്കളുടെ മനസ്സിലുള്ള എല്ലാ മക്കളെയും ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഏവലിൻ, മാത്യു, ജോജി ഇവരെല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിസയ്ക്ക് വേണ്ടി, H1B വിസയ്ക്ക് വേണ്ടി, വിസയിലുള്ള ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ബിജോയെ സമർപ്പിക്കുന്നു. കഠിനമായി ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സ്, കടൽ തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണം വരെ സമർപ്പിക്കുന്നു. റീകൺസ്ട്രക്ഷനിലായിരിക്കുന്ന എല്ലാ ചർച്ചസും, പ്രത്യേകിച്ച് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, സെയിന്റ് സ്റ്റീഫൻസ് ആൻഡ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് ഹൂസ്റ്റൺ, സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് ഡിട്രോയിറ്റ്, നോർത്ത് കരോളിന ചർച്ചിനും മണപ്പള്ളി ചർച്ചിനും വേണ്ടി പറയുന്നു. എല്ലാ റീകൺസ്ട്രക്ഷൻ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആരാധനയ്ക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചതിന് സ്തോത്രം പറയാം. ആൻഡി കൊച്ചമ്മ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദീപ കൊച്ചമ്മ, ജെൻസി, സ്റ്റെഫാനി, സോണിയ, ശ്രുതി, സ്റ്റെഫി, സുജി, സൂസൻ, ടെസ്, വർഷ, സോണിയ, പിങ്കി ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിയമമക്കളുണ്ട്, അവരെ എല്ലാം ഓർക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന അലൻ തോമസ്, അശ്വിൻ, സിറിൽ, ബെന്നി, ജെഫേഴ്സൺ, മിന്നു, ഷേമ, താര, ടീന, ടീജ, മറിയ, ജോജി, ടാഷ, നിക്കോൾ, ഇവർ മാത്രമല്ല അനേക മക്കളുണ്ട്. അവരെല്ലാം നല്ല ഒരു പാർട്ട്ണർ ദൈവിക പ്രകാരം തിരഞ്ഞെടുത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന മക്കള്, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് മാതാപിതാക്കൾ വിഷമിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വാങ്ങിപ്പോയ ആത്മാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരിമലത്തിന് വേണ്ടിയുടെ പ്രത്യേക മധ്യസ്ഥത അപേക്ഷിക്കുന്നു. മാത്യൂസ് പ്രഥമൻ ബാവ, കാതലിക്ക ബാവയുടെ മധ്യസ്ഥത യാചിക്കുന്നു. സ്റ്റെഫാനോസ് മാർത്തേബാദേവസ് തിരുമേനിയുടെ മധ്യസ്ഥത യാചിക്കുന്നു. അതേസമയം ഡിപ്പാർട്ടായ സിബി സാമുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബർട്ട് കുയാമാവിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ദൈവസന്നിധി കടന്നുപോയി. ക്യാൻസർ ആയിരുന്നു. സാബുവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. CM മാത്യു, PA വർഗീസ്, ബിബിൻ എം ബാബു, എബ്രഹാം, ശൈലജ ടീച്ചർ, പ്രൊഫസർ നയന, മക്കൾ ദൈവസന്നിധി അകാലത്ത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു. അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവര്, ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ദൈവസന്നിധി കടന്നുപോയി ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആശ്വാസം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥന. ഇനി ഒരുപാട് വോളണ്ടറി സംഘടനകളുണ്ട്. അവരുടെ പ്രവർത്തനത്തിന് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യുന്നത് പോലെ കൂടുതൽ സഹായം ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. അവർക്ക് നല്ല മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആരും സഹായത്തിനില്ല, ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരുണ്ട്. ഓൾ സെയിൻസ് ഡേ ആയിരുന്നു, ഓൾ സോൾസ് ഡേ ആയിരുന്നു. അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, മധ്യസ്ഥത യാചിക്കാം. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സെമിനേറിയൻസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോയൽ, ജോജി, ജിതിൻ, ജോയ്, ഏബൽ, വിനി, ഡീഗൻ സോളമൻ, ഡീഗൻ റയൻ, ഡീഗൻ മാത്യു എല്ലാവരെയും ഓർക്കുന്നു. ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കാൻസർ സിറ്റിയുടെ കോൺസെൻട്രേഷൻ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശോശാമ്മ അലക്സ് ആണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രിയപ്പെട്ട മകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശോശാമ്മ അലക്സ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹലോ, എന്നെ കേൾക്കാമോ? കേൾക്കാമല്ലോ.
കരുണ്യവാനും സുഖസ്വനുമായ ഞങ്ങളുടെ നല്ല അപ്പച്ച, കഴിഞ്ഞ ഈ ഇന്നത്തെ പകലിനെ നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ഉറക്കം തന്ന് ഞങ്ങളെ കാത്തു. അനേകങ്ങൾ രോഗങ്ങളിലെ പ്രയാസങ്ങളിൽ കഷ്ടതയിൽ കൂടി ആപത്തനർത്ഥങ്ങൾ കൂടി കടന്നുപോയപ്പോൾ നീ ഞങ്ങളെ കരുണയോടെ കാത്ത് ജീവനോടുള്ള ദേശത്ത് സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദാവേ. ഞങ്ങൾക്ക് നല്ല നല്ല വചനങ്ങളെ നിന്റെ മക്കൾ കൂടി കേൾക്കുവാനായിട്ട് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രത്യേകിച്ച് എബേച്ചിന്റെ വനത്തിൽ നിന്ന് വിശ്വാസം എന്താവുന്നു എന്ന് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു. വിശ്വാസം പ്രവൃത്തി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വചനത്തിൽ കൂടി നമ്മൾ കേട്ടു. അതിനുശേഷം കൊച്ചമ്മയുടെ വചനത്തിൽ കൂടി ദൈവവചനം എന്നുള്ളത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആവുന്ന എന്ന ആ വാക്യത്തിനെ അടിസ്ഥാനമാക്കി അനേക കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഇടയാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനം എന്നത് ജീവനും ചൈതന്യവും ഉള്ളതാകുന്നുവെന്ന് നമ്മൾക്ക് കേട്ടു. അതുപോലെ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് കഷ്ടതയിൽ തുണയായിരിക്കുന്നു എന്ന് കേട്ടു. സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ വചനം നമ്മളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാവുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ള അനേക നല്ല കാര്യങ്ങൾ നമ്മുടെ കൊച്ചമ്മയുടെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. ഈ കേട്ട വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും പ്രാബല്യത്തിൽ വരുത്തി നമ്മളെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കണം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ MMESൻ്റെതായിട്ടുള്ള ഈ സംഘടനകൾ, അതുപോലെ നമ്മളുടെ സഭയുടെ അനേക ആത്മീയ പ്രവർത്തനങ്ങൾ ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് തരുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ആയിട്ടുള്ള ആൾക്കാരെ, അതിൽ സംഘടനകൾ നടത്തുന്നതായിട്ടുള്ളവരെ, അങ്ങനെയുള്ള എല്ലാ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആയിത്തീരുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയുടെ അധികാരികളായിട്ടുള്ളവർ ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാ തിരുമേനിമാരും അച്ഛന്മാരും അതുപോലെ നമ്മുടെ എല്ലാ സഭയുടെ തലവന്മാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, പല പ്രയാസങ്ങൾ കഴിയുന്നവരുണ്ട്. അവരെ ഒക്കെയും പ്രത്യേകമായിട്ട് സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആശ്രയമായിട്ട് ലോകത്തിൽ വേറെ ആരുമില്ല. ഞങ്ങളുടെ സകല അപേക്ഷകളും ഞങ്ങൾ നിന്നിൽ തരികയാണ്. ഞങ്ങൾ അനേക വിഷയങ്ങൾ ഇപ്പോൾ നിന്റെ മുമ്പിൽ സമർപ്പിച്ചു കർത്താവേ. ഓരോ രോഗികളായിട്ടുള്ള ഓരോരുത്തരെയും ഈ സമയത്ത് തരുന്നു കർത്താവേ. ദൈവമേ, ആ രോഗാവസ്ഥയിൽ കഴിയുന്ന അനേകരുടെ പേരുകൾ നമ്മളിവിടെ വായിച്ചു കേട്ടു. അവരെ ഓരോരുത്തരെയുമായിട്ട് പല വിധത്തിലായിട്ടുള്ള രോഗങ്ങൾ കൂടി, കഷ്ടതയിൽ കൂടി, പ്രയാസത്തിൽ കൂടി, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ടെന്ന് കേട്ടു കർത്താവേ. ദൈവമേ, അങ്ങനെ നിന്റെ ഹിതപ്രകാരം കർത്താവെ, നീ അവർക്കൊക്കെ നീ സൗഖ്യത്തെ ദാനം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ പലരുടെയും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കഴിയുന്നവര്, കുടുംബജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ദൈവമേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാതെ കണ്ട കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവെ, പല കുടുംബങ്ങളിലും കർത്താവെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൂടി വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെയും കർത്താവെ അതിനുള്ള പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കണമേ. അവരുടെ ആ ദൂഷ്യ സ്വഭാവത്തിൽ നിന്ന് അവർക്കൊരു വിടുതലിനെ നീ കൊടുക്കണമേ അപ്പച്ച. നിന്നാൽ അസാധ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാവുന്നില്ല അവിടുന്ന്. കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ തരികയാണ്. ഞങ്ങളുടെ ജോലികളില്ലാതെ ജോലിക്ക് വേണ്ടി വിഷമിക്കുന്നവരുണ്ട് കർത്താവെ. പഠനകാര്യത്തിൽ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് കർത്താവെ. കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യങ്ങളിൽ കർത്താവെ പ്രയാസപ്പെടുന്നവരായിട്ടുണ്ട്. ദൈവമേ, അങ്ങനെ ഞങ്ങളുടെ നിന്റെ മുമ്പിൽ നിർത്തി വെക്കുവാനായിട്ട് ഞങ്ങൾക്ക് അനേക വിഷയങ്ങളുണ്ട്. എലിസബത്ത് ആൻറ്റി പല അനേക വിഷയങ്ങൾ നിന്റെ സന്നിധി തന്നിരിക്കുന്നു കർത്താവെ. ആ വിഷയങ്ങളെ ഓരോന്നിനുമായിട്ട് പ്രത്യേകമായിട്ട് നിന്റെ സന്നിധി ഞങ്ങൾ തരികയാണ് കർത്താവെ. ദൈവമേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. നീയാണ് ഞങ്ങളുടെ കർത്താവെ, നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ കർത്താവെ. നീ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഇവിടെ തലവണയൊക്കെ ഇരിക്കുന്നവരും അതുപോലെ ഇവിടെ കടന്നു വരാൻ കഴിയാതെ പോയവരുമായിട്ടുള്ള ഓരോരുത്തരെയും നിന്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് തരുന്നു കർത്താവെ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രയറിനെ ഇന്ന് ലീഡ് ചെയ്ത എബി അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ വന ശുശ്രൂഷ ചെയ്ത കൊച്ചമ്മയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ സഭയിലുള്ള എല്ലാ
എല്ലാ സഭാ പ്രവർത്തനങ്ങളെയും അങ്ങനെ നമ്മുടെ എല്ലാ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് ചെയ്തു തരുന്നു. ഞങ്ങൾ അതിന് സന്നിധിയിൽ സമർപ്പിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഉയരത്തിൽ നിന്ന് കേട്ട് ഉത്തരമരളുമാറാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്ന ചക്രപയോട് കേട്ട് ഉത്തരമരണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധാവാസവും നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പവരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഈ പ്രാർത്ഥനയില് ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ സർവശക്തൻ സഹായിച്ചു. സർവശക്തന്റെ പാദങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛന്, പ്രിയപ്പെട്ട ഷീന, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ നമുക്ക് ധ്യാന പ്രസംഗം തന്ന നടത്തിയതായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആശാ ജോയ് കൊച്ചമ്മയുടെ ഏറ്റവും വിലയേറിയതായ വചനങ്ങൾ, നമ്മുടെ വചനം പ്രത്യേകിച്ച് വചനം എന്തുമാത്രം ആത്മാവിന്റെ വാളും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവുമായ വചനത്തിന്റെ പ്രാധാന്യം നമ്മെ പ്രത്യേകമായി മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്കുള്ള നന്ദി. വേദോസ്തവം വായിച്ചു. വേദോസ്തവം വായിക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കാത്തപ്പോൾ അതിന് പകരമായിട്ട് വന്ന് വേദോസ്തവം വായിക്കുകയും അതുപോലെ പാട്ടുപാടുന്നതിനും എല്ലാം സാധിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ട മക്കളും ഒന്നിച്ചു വന്ന് തലകൾ വണക്കിയ എല്ലാ മക്കളെയും ക്കുള്ള നന്ദി ആത്മാർത്ഥമായിട്ട് രേഖപ്പെടുത്തുന്നു. ഒപ്പം നാളെ ഓർഡിനേഷൻ ആയിട്ടുള്ള ആർജിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ലേറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വാച്ച്മാരുടെ വന്നു. ആ മകനെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. അതുപോലെ ഇന്നലെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു പ്രത്യേക ഒരു വിവാഹമായിരുന്നു. ആ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു. ഈ വെസ്റ്റ് റീജിയന്റെ ഈ വർഷത്തെ ഏറ്റവും ഈ വെസ്റ്റ് റീജിയന്റെ മാത്രം കഴിഞ്ഞ എല്ലാവർക്കും ഇനി ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുവദിച്ച് നമുക്ക് അടുത്ത പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഒന്നിച്ച് കേൾക്കാം. താങ്ക് യു. ഓക്കെ.